ഇനി നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറം തീരദേശ മേഖലയുടെ ആശ്രയമായ ഉണ്ണിയാൽ പാലം തകർച്ചയുടെ വക്കിലെന്ന് കണ്ടെത്തിയിട്ട് മാസങ്ങളായി. 6 മാസം മുൻപ് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതാണ്. പക്ഷേ സൗകര്യമുള്ള മറ്റു വഴികളില്ലാത്തത് കാരണം ഇപ്പോഴും വാഹനങ്ങൾ പോകുന്നത് ഈ പാലത്തിലൂടെ തന്നെയാണ്. ബദൽ റോഡ് പോലും സർക്കാരിന്റെ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. എന്നു തീരും ഈ ദുരിതം എന്നാണ് ജനം ചോദിക്കുന്നത്. നിറമരുതൂർ പഞ്ചായത്തിലാണ് ഉണ്ണിയാൽ പാലം. ഈ പാലം അപകടാവസ്ഥയിലായതു മുതൽ ചർച്ചകളും സജീവമായി. നിലവിൽ പുതിയ പാലം എന്ന പദ്ധതിയും താൽക്കാലിക പാലവും എല്ലാം ഈ സർക്കാരിന്റെ പരിഗണനയിലാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ എന്താണ് പരിഗണിക്കാത്തത് എന്ന് മാത്രം ജനങ്ങൾക്ക് അറിയുന്നില്ല. അൻപത് വർഷത്തോളം പഴക്കമുള്ള ഉണ്ണിയാൽ പാലം തീരദേശ മേഖലയിലേക്ക് തിരൂരിൽ നിന്ന് വരെ എത്താൻ ആശ്രയമായ വഴിയാണ്. പാലത്തിന്റെ മുകളിൽ നിന്ന് കണ്ടാൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുമെങ്കിലും അടിഭാഗം അങ്ങനെയല്ല. കോൺക്രീറ്റ് അടർന്നു വീഴുന്നുണ്ട്. ഗർഡറുകൾ, ഡെക്ക് സ്ലാബ് എന്നിവയിൽ വിള്ളൽ. കോൺക്രീറ്റ് തൂണുകളും വിണ്ടുകീറി. പാലത്തിൽ അറ്റകുറ്റപ്പണി ചെയ്ത് ബലപ്പെടുത്താൻ കഴിയില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ പാലം എന്ന ആവശ്യത്തിലേക്ക് കടന്നത്. 6 മാസങ്ങൾക്ക് മുൻപ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്ന് പാലത്തിലൂടെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചു. എന്നാൽ ഇപ്പോഴും സ്വകാര്യ ബസ് ഒഴിച്ചു മറ്റു വാഹനങ്ങളെല്ലാം പോകുന്നത് ഈ വഴിയിലൂടെ. പാലം അപകടാവസ്ഥയിലാണെങ്കിൽ താൽക്കാലിക വഴി എവിടെ എന്ന ചോദ്യത്തിന് ഉദ്യോഗസ്ഥർക്കും മറുപടിയില്ല. പുതിയ പാലത്തിന് അനുമതി ലഭിച്ചിട്ടുണ്ട്. എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിക്കുകയും ചെയ്തു. പരിഗണനയിലെന്ന് സ്ഥിരം ഉത്തരം. ഇതുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളൊക്കെ ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ലഭിക്കുന്ന മുറക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ജില്ലാ വികസന സമിതി യോഗത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം പുനർഗേഹം പദ്ധതിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുകയാണ് പാലത്തിൻ്റെ എന്നാണ് പറഞ്ഞത്. 16 കോടി രൂപ വരുന്ന വർക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ മന്ത്രി പറയുന്നതാണോ ശരി, അതോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നതാണോ ശരി എന്ന രൂപത്തിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷനാണ്. നിലവിലുള്ള പാലത്തിന്റെ സൈഡിലൂടെ സർവീസ് റോഡ് ഉപയോഗപ്പെടുത്തി താൽക്കാലിക റോഡ് നിർമ്മിക്കാനുള്ള 90 ലക്ഷത്തിന്റെ എസ്റ്റിമേറ്റ് പൊതുമരാമത്ത് വകുപ്പിന് മുന്നിലുണ്ട്. നടപടിയില്ല. പ്രൈവറ്റ് ബസ്സല്ലാത്ത കംപ്ലീറ്റ് എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട്. അതിന് യാതൊരു പ്രശ്നങ്ങളില്ല. ബസ് മാത്രം കടത്തി വിടുന്നില്ല. പാലം ഫിറ്റ്നസ് കറക്റ്റ് അല്ലാന്നും ഇതെല്ലാന്ന് പറയുന്നത്. അപ്പോൾ താൽക്കാലിക പാലം 2 മാസത്തിനുള്ളിൽ നിർമ്മിക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ബസ് ഉടമകളും ബസ്സും റൂട്ട് മാറ്റി വേറെ റൂട്ടിലൂടെ ഇപ്പോൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുക. അതിൽ വാഹന ബസ് തൊഴിലാളികൾക്കും ബസ് യാത്രക്കാർക്കും ബസ് ഓണർമാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഇതിൽ ബുദ്ധിമുട്ടുണ്ട്. ഈ വഴി അല്ലെങ്കിൽ പറവണ്ണ വഴി വാഹനങ്ങൾ തിരിച്ചുവിടണം. 10 കിലോമീറ്റർ അധികം സഞ്ചരിക്കണം. ആശുപത്രി, സ്കൂൾ, മലയാളം സർവകലാശാല എന്നിവിടങ്ങളിലേക്കെല്ലാം എത്താൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന പാലമാണിത്. അതാണ് ടെൻഡറായോ അതോ പരിഗണനയിലാണോ എന്നറിയാതെ ഇരിക്കുന്നത്. നിറമരുതൂർ പഞ്ചായത്തിന്റെ 2 കരകളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഒരു അപകടം സംഭവിച്ചാൽ ഗതാഗതയോഗ്യമല്ലാത്ത ഒരു പാലത്തിലൂടെ എന്തിനു സഞ്ചരിച്ചു എന്നതായിരിക്കാം സർക്കാരിനും ഉദ്യോഗസ്ഥർക്കും ചോദിക്കാനുള്ള മറുചോദ്യം. പുതിയ പാലം പണിയാനാണെങ്കിലും താൽക്കാലിക പാലം ശരിയാക്കാനാണെങ്കിലും ഉടൻ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. കണ്ണടച്ച് ഇരുട്ടാക്കരുത്. മുനീഫ് തിരൂരിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.